ആദർശ് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ ജെൻസി കിഡ്സ് ആ ഒരു തലമുറയുടെ വികാരം ഉൾക്കൊള്ളാൻ നമ്മുടെ നേതൃത്വത്തിന്, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ പ്രതിപക്ഷ കക്ഷികൾക്ക് ശരിക്കും കഴിയുന്നില്ല എന്നൊരു വസ്തുത നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ? ഈ 18ഉം 19ഉം 20ഉം 21ഉം വയസ്സൊക്കെ ഉള്ള ഈ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് 60ഉം 65ഉം വയസ്സുള്ള, ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് 57 വയസ്സാണ്. അങ്ങനെ ഉള്ള അതിനപ്പുറവും പ്രായമുള്ള ഒരു തലമുറ നമ്മളുടെ രാജ്യത്തിന് നേതൃത്വം നൽകുമ്പോൾ ഈ പറയുന്ന ജെൻസി കിഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന യുവതലമുറ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ മാനസിക വികാരങ്ങൾ എന്താണ്, അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ പറഞ്ഞ BJP നേതൃത്വം ഈ രാജ്യത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായി അവരുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് അതിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് വരാൻ ഈ CJP പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നു എന്ന വസ്തുത നമ്മൾക്ക് കാണാതിരിക്കാൻ കഴിയുമോ ആദർശ്? ഇതൊന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞൊരു വാക്കുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. BJP ഇന്ത്യയിൽ ജയിക്കാൻ കാരണം മറ്റാരുമല്ല, അത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. അതായത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് രാജ്യത്തെ സംഘപരിവാറിനെതിരെ BJPയുടെ ഈ വിരുദ്ധ നയങ്ങൾക്കെതിരായി അവർ സ്വീകരിക്കുന്ന സമീപനങ്ങളുണ്ട്. സ്വാഭാവികമായി ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് വന്ന തൊഴിലില്ലായ്മ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം വരുമ്പോൾ കേവലം യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒരു റീല് ചിത്രീകരിച്ചിടുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടി അത് BJPക്കെതിരായി സംഘപരിവാറിനെതിരായി ഈ ഭരണകൂടത്തിൻ്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഒരു സമരമായി മാറുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അവരുടെ ഉദ്ദേശം അവർ സമരം ഏറ്റെടുത്താൽ തന്നെ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ അവർ ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിയെ പ്രതിഷ്ഠിക്കണം എന്ന നില ഒരു വ്യക്തിയുടെ പുറകിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം അണിചേരട്ടെ, ആ നിലയിൽ സമരം നടത്താം എന്ന മനോഭാവത്തോടു കൂടിയാണ് പല സമരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവരെ സമീപനം സ്വീകരിക്കുന്നത്. പലപ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് കോംപ്രമൈസ് ചെയ്യുന്ന നിലയിലാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഉദാരവൽക്കരണ നയങ്ങൾ രാജ്യത്തിനകത്ത് ഇപ്പോൾ ഇന്ന് വിദ്യാർത്ഥികളെ യുവജനങ്ങളെയും എഫക്റ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാർ അവർ കൂടിയാണ്. ഇത്തരത്തിൽ BJPക്ക് ഇന്ന് ഈ നിലയിൽ കടന്നു വരാനുള്ള അവസരം, രാജ്യത്താകമാനം തന്നെ ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം തകർക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി വഴി വെച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യവും കൂടെ ഇന്ന് ജനങ്ങളാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെടുക്കേണ്ട ചുമതല, ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് എടുക്കേണ്ട ചുമതല കോൺഗ്രസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ രാജ്യത്തെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, എല്ലാം തന്നെ ഇതിനെതിരായിട്ടുള്ള സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ശക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് നേതൃത്വപരമായി പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന സംഘടന എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാൽ കോൺഗ്രസ് അതിനകത്ത് മുഖം തിരിക്കുന്ന സമീപനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ പല സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും അതിനകത്ത് അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഇവിടെ പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സംഘപരിവാറിൻ്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, അതായത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നു, വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നു, കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കുന്നു. നാളത്തെ ഭാവി, നാളത്തെ സ്വപ്നത്തെ, ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നത്തെ, യുവജനങ്ങളുടെ സ്വപ്നത്തെ, തൊഴിലെന്ന യുവജനങ്ങളുടെ സ്വപ്നത്തെ എല്ലാം തല്ലി തകർക്കുന്ന മനോഭാവത്തിൽ ത്തോടുകൂടി ഈ ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ അവിടെയെല്ലാം BJPയുടെ അവരിനെതിരെ പ്രതിരോധം ഉയർത്താതെ നിശബ്ദമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിമർശനം കൂടി ഈ അവസരത്തിൽ ഞാൻ ഉയർത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ആദർശ്, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി വന്ന് നരേന്ദ്രമോദിയെ 4 ആക്ഷേപം പറയുക, അല്ലെങ്കിൽ വ്യക്തിപരമായി കുറച്ച് പരാമർശങ്ങൾ നടത്തുക എന്ന തലത്തിലേക്ക് മാത്രം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ, ഏതെങ്കിലും ഒരു എക്സ്ക്യൂട്ട് ഇട്ട് അല്ലെങ്കിൽ അമേരിക്കയിലോ ലണ്ടനിലോ പോയി ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യത്തെ ഭരിക്കുന്നവരെ വ്യക്തിപരമായി ആക്രമിക്കുക എന്ന ഒരു തലത്തിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോൺഗ്രസ്സിന്
ഒരു നിലപാട് ഈ 12 വർഷക്കാലത്തിനിടയ്ക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാലും അവർ എടുക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ റഫേൽ ഇടപാട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ചോർഹെ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ പെരിഫറലായി എടുത്ത് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാം എന്ന ധാരണയിൽ മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചുറ്റും ഇതിങ്ങനെ കറങ്ങുകയാണ്. പക്ഷേ ഈ നാട്ടിലെ മനുഷ്യൻ തൊഴിലില്ലായ്മ എത്രമാത്രം വർദ്ധിക്കുന്നു. നേരത്തെ ജോർജ് കള്ളിവയൽ പറഞ്ഞതുപോലെ രാജ്യത്ത് എല്ലായിടത്തും ഈ വിദ്യാഭ്യാസ മാഫിയ ഒരു വൻ മാഫിയയായി മാറിയിരിക്കുകയാണ്. പാവപ്പെട്ടവന് ഈ പറഞ്ഞ ഒരു പരീക്ഷയും എഴുതാൻ കഴിയാത്ത, ഇപ്പോൾ ബീഹാറിലൊരു ഖാൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വാർത്ത നമ്മൾ കാണുകയാണ്. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഇത്തരം പരീക്ഷാ മാഫിയകൾ, എൻട്രൻസ് മാഫിയകൾ വലിയ വലിയ ലക്ഷക്കോടി രൂപ വരുമാനമുള്ള സംവിധാനമായി മാറുകയാണ്. പാവപ്പെട്ടവൻ ദൂരെ നിന്ന് ഇത് നോക്കി നിൽക്കേണ്ടുന്ന ദയനീയമായ അവസ്ഥ. അഥവാ അവരെന്തെങ്കിലും തരത്തിൽ സ്വന്തമായി പഠിച്ച് എഴുതി വന്നാൽ ഈ ചോദ്യപേപ്പർ ചോർച്ച പോലെയോ അല്ലെങ്കിൽ CBSEയുടെ ഈ പറയുന്ന സംവിധാനം പോലെയോ ഒക്കെ വന്ന് അവർ ആദ്യത്തെ തവണ തന്നെ അത് അവസാനിപ്പിക്കേണ്ടുന്ന അവസ്ഥ. അങ്ങനെ ഓരോ വിഷയങ്ങളും കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇത്രയും നിർജീവമായി പോയത് ഈ EDയുടെയും ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടൽ കൊണ്ടാണോ? യഥാർത്ഥത്തിൽ അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ അതിശക്തമായ ഒരു പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികളെ കൂടി കൂട്ടി ചേർത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശേഷിയില്ലാത്ത വിധം ദുർബലമായി പോയോ ആദർശ്? 2023 യുണൈറ്റഡ് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്നൊരു പ്ലാറ്റ്ഫോം SFIയുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ NSU ഉൾപ്പെടെയുള്ള വിവിധ പ്രതിപക്ഷ പാർട്ടികൾ, അതോടൊപ്പം തന്നെ BJPക്കെതിരായി സമരം ചെയ്യാൻ വേണ്ടി ഈ വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരാൻ സാധിക്കുന്ന വിവിധ പ്രതിപക്ഷ പാർട്ടികളുമായി, വിദ്യാർത്ഥി സംഘടനകളുമായി എല്ലാം ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 15 വിദ്യാർത്ഥി സംഘടനകൾ NSU ഉൾപ്പെടെ അതിനകത്ത് ഭാഗമായതാണോ ആദ്യത്തെ ഘട്ടത്തിൽ. പക്ഷേ ആ സമരം മുന്നോട്ട് പോകുമ്പോൾ, BJPക്കെതിരായിട്ടുള്ള വലിയ സമരം മുന്നണിയായി അത് മാറുമ്പോൾ, ഡൽഹിയിൽ തന്നെ 10,000 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരമായി അത് മാറി വരുന്ന ഘട്ടത്തിൽ ആ മുന്നണിയിൽ നിന്ന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാതെ, ആ സമര മുന്നണിയുടെ ഭാഗമാകാതെ മാറി നിന്ന ഒരു സാഹചര്യം കൂടെ ഞാൻ 2023 അനുഭവത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പല സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെടുക്കുന്ന സമീപനമുണ്ട്, അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടന എടുക്കുന്ന സമീപനമുണ്ട്. ഞങ്ങളുടെ ആവശ്യം എന്താ? എല്ലാവരും ഈ വിരുദ്ധ നയങ്ങൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല, ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കിയത് വഴി വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുക, കേന്ദ്രീകരിക്കുക, കച്ചവടവൽക്കരിക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. ഇതിൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീറ്റ് സ്കാമും എല്ലാം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പം ആ നിലയിൽ വരുമ്പോൾ അതിൻ്റെ എതിരായിട്ടുള്ള സമര മുന്നണിയായി മാറാൻ വേണ്ടി അവർ സാധിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും സമരത്തിൻ്റെ ഭാഗമായി അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് മറ്റ് വിദ്യാർത്ഥി സംഘങ്ങൾ എടുക്കുമ്പോൾ അതിനോടൊപ്പം ചേരുന്നില്ല എന്നുള്ള വിമർശനം കൂടെ ഈ സാഹചര്യത്തിൽ ജനങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ ഉൾപ്പെടെ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ഈ നീറ്റ് വിഷയമോ CBSE വിഷയമോ മാത്രമല്ല, രാജ്യത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പൂട്ടപ്പെട്ടത് 1,20,000-ലധികം വരുന്ന സർക്കാർ സ്കൂളുകളാണ്. ഇന്നും രാജ്യത്ത് 6 ലക്ഷത്തോളം വരുന്ന സർക്കാർ സ്കൂളുകളിൽ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയോ കമ്പ്യൂട്ടർ ഫെസിലിറ്റിയോ ഇല്ല. ഏകദേശം 1 ലക്ഷത്തിലധികം വരുന്ന സ്കൂളുകളിൽ ഇപ്പോഴും ഇന്നും ഒരു ടോയ്ലറ്റ് സംവിധാനമില്ല. അങ്ങനെ ഇപ്പം സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ രാജ്യത്തിലെ കേന്ദ്ര സർവകലാശാലകളെ തകർക്കുന്ന സമീപനം BJP ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ, അങ്ങനെ അതായത് അംഗനവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനെതിരായി ഒരു പ്രതിപക്ഷ ധർമ്മം എന്ന നിലയിൽ കോൺഗ്രസ് നിർവഹിക്കേണ്ട ഇടപെടൽ എന്താണ് എന്നുള്ളത് പരിശോധിക്കണം. അവർ എന്താണ് നടത്തിയത്, അതിനെതിരെ ഒരു വിരൽ ചൂണ്ടാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് അതിനകത്തൊരു പ്രശ്നം. ഇപ്പോൾ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ BJP സർക്കാർ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന, അതോടൊപ്പം തന്നെ കർണാടക, അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടുമായി വെളിയിൽ വരുമ്പോൾ സ്കൂളുകൾ പൂട്ടപ്പെടുന്നതിന് കണക്ക് നോക്കുമ്പോൾ എത്ര? 10,000-ഓളം സ്കൂളുകൾ തെലങ്കാനയിൽ പൂട്ടുന്നു, 1000-ഓളം സ്കൂളുകൾ കർണാടകയിൽ പൂട്ടുന്നു, 1000-ഓളം സ്കൂളുകൾ ഹിമാചൽ പ്രദേശിൽ പൂട്ടുന്നു. ആ നിലയിലാണ് അവരുടെ സമീപനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മളിപ്പം ട്രൈബൽ മേഖലയിലെ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാനുള്ള അധ്യാപകരെ അവരെ പൂർണ്ണമായി അവരുടെ റദ്ദ് ചെയ്യുന്ന സാഹചര്യം, അവരുടെ നിയമനങ്ങൾ റദ്ദ് ചെയ്യുന്ന സാഹചര്യം, അവരെല്ലാം പിരിച്ചുവിടുന്ന സാഹചര്യം, ഈ എല്ലാ നിലയിലും അവർക്ക് വിദ്യാർത്ഥി വിരുദ്ധ ഇപ്പോൾ BJP ഏത് നയമാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതേ നയം തന്നെ സംസ്ഥാന സർക്കാരുകളെ ഉപയോഗിച്ച് കോൺഗ്രസ് എവിടേക്കാണോ ഭരിക്കുന്നത് അവിടെ എല്ലാം
നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു നവ ഉദാരവൽക്കരണ നയം തന്നെയാണ് അവർ. അതോടൊപ്പം തന്നെ ഈ നയങ്ങൾ തന്നെയാണ് കോൺഗ്രസും സ്വീകരിച്ചത്. അതുകൊണ്ടുകൂടിയായിരിക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധിക്കേണ്ട, പ്രതിരോധിക്കേണ്ട, മുദ്രാവാക്യം ഉയർത്തേണ്ട, സമരങ്ങൾ ഉയർത്തേണ്ട സാഹചര്യം വരുമ്പോൾ കോൺഗ്രസും ഈ ഘട്ടത്തിൽ നിശബ്ദമായി നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നിശബ്ദമായാലും രാജ്യത്തെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ BJPക്കെതിരായിട്ടുള്ള സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ടത്. അതൊരു വലിയ പ്രക്ഷോഭമായി വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം മറ്റ് ഇതര വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ടെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വലിയൊരു സമരമുന്നണിയായി ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ, വിദ്യാഭ്യാസ വിരുദ്ധ, യുവജന വിരുദ്ധ നയങ്ങൾക്കെതിരെ അത് മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ യുവജനങ്ങളും ഇതോടൊപ്പം തന്നെ വലിയ സമരപ്രക്ഷോഭം, ഇതിപ്പോൾ പറഞ്ഞ ജെൻസി എന്ന നിലയിൽ മാത്രം നമ്മൾ കാണേണ്ടതില്ല. രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ കേന്ദ്ര സർക്കാരിൻ്റെ, BJP സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിത സാഹചര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങൾ, അതിനിപ്പോൾ കോൺഗ്രസ് അവിടെ വന്നോ ഇല്ലയോ എന്നുള്ളതിൽ ഇനി ജനങ്ങൾക്ക് അതിനകത്ത് ഒരു ഉത്കണ്ഠ വരേണ്ടതില്ല. വലിയ സമരങ്ങൾ അവിടെ നടക്കും എന്നുള്ളതാണ്, ജനങ്ങൾ പ്രതിരോധിക്കും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ, കഴിഞ്ഞ മാസങ്ങളിലായി തന്നെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിവിധ ഇടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളിലൂടെ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദർശ്, നമുക്ക് ഇവരുടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു BJP വിധേയത്വം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ബൗദ്ധികമായ കേന്ദ്രങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളത് 2014 മുതൽ BJP സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. അത് RSSൻ്റെ പ്രഖ്യാപിത നയമാണ്. 1925 RSS രൂപീകരിച്ച വേളയിൽ അവരുടെ ആദ്യത്തെ ശാഖകൾ ഉണ്ടാക്കാനായി അവർ പറഞ്ഞയച്ചത് രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലേക്കാണ്. അന്ന് മുതൽ അവരുടെ ലക്ഷ്യമാണ് സർവകലാശാലകൾ എന്ന് പറയുന്നത്. പക്ഷേ അതിന് പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കുന്ന ഒരു കാഴ്ച കോൺഗ്രസ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അറിയാം, കഴിഞ്ഞ ദിവസം MG സർവകലാശാലയിൽ നിന്ന് വരുന്ന വാർത്ത, അവിടെ ഗവർണർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വൈസ് ചാൻസലറായി വെക്കുന്നു. കഴിഞ്ഞ ദിവസം സെനറ്റ് പുനഃസംഘടിപ്പിക്കുമ്പോൾ 30 പേരിൽ 19 പേർ സംഘപരിവാറിൻ്റെ ആൾക്കാരാണ്. ആ രീതിയിൽ നമ്മുടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനോ KSUവിനോ യൂത്ത് കോൺഗ്രസിനോ ഇതിലൊരു പ്രതിഷേധവുമില്ല. അവർക്ക് ഒരു വാക്കുകൊണ്ട് പോലും അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. ഈ 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും കാവ്യവൽക്കരിക്കാം എന്നുള്ള ഏതാണ്ട് പൂർണ്ണമായ ഒരു ഗ്യാരണ്ടി ഇവർ നൽകിയിട്ടുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ആദർശ്. നമ്മൾ കാണേണ്ടത് ഇതൊരു നമ്മൾ ആശ്ചര്യത്തോടെ കാണേണ്ട ഒന്നല്ല. കാരണം കോൺഗ്രസ് എല്ലാ സംസ്ഥാനത്തിലും സ്വീകരിക്കുന്ന സമീപനം ഇതാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് VD സതീശൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നമ്മുടെ ആദ്യം തന്നെ സ്വീകരിച്ച സമീപനം നമുക്കറിയാം. സവർക്കറിൻ്റെ മുമ്പിൽ, ഗുരുജി ഗോൾവാൾക്കറിൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടികളുമാണല്ലോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരള ജനത അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ MG സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാറുകാരനെ അതിൻ്റെ താൽക്കാലിക വൈസ് ചാൻസലറിൻ്റെ ചുമതലയ്ക്ക് വേണ്ടി അവിടെ വരികയാണ്. സെനറ്റ് പുനർക്രമീകരിക്കുമ്പോൾ അവിടെ സംഘപരിവാറിൻ്റെ ഒരു ഇടപെടൽ നടത്താനുള്ള, ഏറ്റവും കൂടുതൽ സംഘപരിവാറുകാരെ കുത്തിനിറയ്ക്കാനുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി അതിനെയെല്ലാം സ്വീകരിക്കുന്ന സമീപനം കോൺഗ്രസ് അവിടെ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിലെ റോജി ആദ്യ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞ പ്രതികരണം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഞങ്ങൾ ഗവർണറുമായി തർക്കിക്കാനോ കലഹിക്കാനോ പോകുന്നില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഞങ്ങൾ സമരസപ്പെട്ട് RSSൻ്റെ നയപരിപാടികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി BJP ചുമതലപ്പെട്ട് കേരളത്തിൽ അയച്ച ഗവർണറോടൊപ്പം അദ്ദേഹത്തിനെ എതിർക്കാതെ സമരസപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കും എന്നാണോ ഇന്ന് കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇതിലൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്താനുള്ളത് എന്നുള്ളതാണ്. കാരണം രാജ്യത്തെ സർവകലാശാലകളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് സംഘപരിവാറിൻ്റെ പിടിയിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കേരളത്തിലാണ് ശക്തമായ പ്രതിരോധം ഉണ്ടായത്. ഗവർണർ ഏത് നിലയിൽ ഇടപെടാൻ വേണ്ടി ശ്രമിച്ചാലും അതിനെതിരെ ശക്തമായി വിദ്യാർത്ഥികൾ പ്രതിരോധിച്ചു. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ശക്തമായി കഴിഞ്ഞ 10 വർഷത്തിനെതിരായി 10 വർഷക്കാലവും അതിനെതിരായി ശക്തമായിട്ടുള്ള പ്രതിരോധം ഇടതുപക്ഷം സംഘപരിവാർ വൽക്കരണത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കേരളത്തിലെ സർവകലാശാല അനുവദിക്കത്തില്ല. അതിന് ഏത് നിലയിൽ പോകാൻ വേണ്ടി ആ നിലയിലെല്ലാം തന്നെ
വലിയ പ്രതിരോധം ഉയർത്തി. പക്ഷേ ആ ഘട്ടത്തിലും ഗവർണർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ആരിഫ് ഖാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ അർലേക്കറും എല്ലാം തന്നെ ഇതിനെ സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ ആ ഘട്ടത്തിലും നിശബ്ദമായി നിന്ന് ഗവർണറോടൊപ്പം ചേർന്ന് നിന്ന് സംഘപരിവാറിനോടൊപ്പം ചേർന്ന് നിന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതേ സമീപനമാണ് ഇന്നും അവർ തുടർന്നു കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അത് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല, അത് അവരുടെ നയമാണ്. പക്ഷേ ആ നയങ്ങളുമായി അവർ ഏത് നിലയിൽ മുന്നോട്ട് പോയാലും ശക്തമായിട്ടുള്ള പ്രതിരോധം കേരളത്തിലും വലിയ പ്രതിരോധമുണ്ടാവും. ഒരു നിലയിലും ഗവർണറുടെ സംഘപരിവാർ അജണ്ടയോടുകൂടിയുള്ള ഇടപെടൽ നമ്മുടെ സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം അത് ഗവർണർക്കെതിരെ ആയിക്കൊള്ളട്ടെ, അതോടൊപ്പം തന്നെ ഇതിന് എല്ലാം സ്വാഗതം ചെയ്ത് നിൽക്കുന്ന വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനായിക്കോട്ടെ കോൺഗ്രസ് സർക്കാരിനായിക്കൊള്ളട്ടെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർത്തുമെന്നുള്ളതാണ് SFIക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.